നമുക്കിന്ന് വേരിയബിൾസിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. നമ്മൾ കഴിഞ്ഞ ദിവസം വേരിയബിൾ എങ്ങനെയാണ് അസൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് ഒരു നമ്പർ ഒരു വേരിയബിളിലോട്ട് കൊടുക്കുന്നതെന്നൊക്കെ പഠിച്ചിരുന്നു. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഒരു വേരിയബിൾ എടുക്കാം. ഞാൻ ഒരു സംഖ്യ കൊടുക്കണം 5. ഇനി 5 എന്നുള്ള നമ്പർ എന്നുള്ള വേരിയബിളിലോട്ടാണ് കൊടുത്തത്. അതായത് ഇനി ഞാൻ അടിച്ചു കൊടുത്താൽ നമുക്കിവിടെ കിട്ടുന്നത് 5 എന്നുള്ള സംഖ്യയാണ്. അപ്പോൾ ഇതിനൊരു അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ഏതൊരു സംഖ്യ ആണെങ്കിലും കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്ന ഒരു ബോക്സിലോട്ടായിരിക്കും പോകുന്നത്. ആ ബോക്സിന് ഒരു അഡ്രസ്സ് ഉണ്ടാകും. അപ്പോൾ ആ അഡ്രസ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു വഴിയുണ്ട്. അതിനായിട്ട് ഉപയോഗിക്കുന്നത് ഐ ഡി ഓഫ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 പോയിരിക്കുന്ന ആ വേരിയബിളിൻ്റെ അഡ്രസ്സ് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് അതിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഐ ഡി ഓഫ് 5 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്രസ്സ് സെയിം തന്നെയായിരിക്കും. നമുക്ക് രണ്ടും സെയിം തന്നെയായിട്ടാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇതുപോലെ സ്ട്രിങ്ങുകൾ നമ്മൾ കൊടുത്തു കഴിഞ്ഞാലും ഇതുപോലെ തന്നെ ഒരു ബോക്സിലോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ ബോക്സിൻ്റെ അഡ്രസ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് ഞാനിപ്പം നെയിം ഈക്വൽ ടു റോണി എന്ന് കൊടുക്കുക. റോണി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നെയിം എന്ന് അടിച്ചു കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് റോണി ആയിരിക്കും. ഇനി അതിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളെന്ത് കാണിക്കണം? ഐ ഡി ഓഫ് നെയിം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ അഡ്രസ്സ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതുപോലെ വേറൊരു അഡ്രസ്സ് നമുക്ക്. അപ്പോൾ ഇതാണ് ഈ സ്ട്രിങ്ങിൻ്റെ അഡ്രസ്സായിട്ട് നമുക്ക് കിട്ടുന്നത്. പ്രോഗ്രാമിന് പലപ്പോഴും ഈ അഡ്രസ്സ് വാല്യൂവിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ പൈത്തോണുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ മറ്റ് സവിശേഷതകൾ നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ വേറൊരു വേരിയബിൾ എടുക്കണം. എ ഈക്വൽ ടു 10 എന്ന് കൊടുത്തു. ഇനി എ എത്രയാണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 10 ആയിരിക്കും. ഇനി ഐ ഡി ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐ ഡി ഓഫ് എ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് അഡ്രസ്സ് ഇതാണ്. അപ്പോൾ ഞാൻ വേറൊരു വേരിയബിൾ എടുക്കുകയാണ് ബിക്ക് ഞാൻ എ എന്നുള്ള വേരിയബിൾ, അതായത് എ തന്നെയാണ് ബി ആയിട്ട് കൊടുക്കുക. ഇപ്പോൾ എക്ക് നിലവിൽ 10 എന്നുള്ള വാല്യൂ ആണ് കൊടുക്കുന്നത്. അപ്പോൾ ആ എ തന്നെ ഞാൻ ബിക്ക് ഈക്വലൻ്റ് ആക്കി. അപ്പോൾ നമുക്ക് 2 വേരിയബിൾ കിട്ടി, അതുപോലെ തന്നെ 2 ബോക്സ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബിയുടെ അഡ്രസ്സ് നമുക്ക് നോക്കാം. ഐ ഡി ഓഫ് ബി നോക്കുക. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അഡ്രസ്സ് എ എന്ന ബോക്സിൻ്റെ അഡ്രസ്സ് തന്നെയാണ്. മറ്റൊരു കാര്യം കൂടി നോക്കാം. ഐ ഡി ഓഫ് 10 എന്ന് നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്രസ്സും സെയിം തന്നെയാണ്. അതായത് ഈ അഡ്രസ്സ് എന്ന് പറയുന്നത് ഇതിനകത്തെ വേരിയബിളിൻ്റെ നെയിമിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്, പകരം ഈ ബോക്സിനകത്ത് വാല്യൂവിനെ ആശ്രയിച്ചിരിക്കുന്നത്, അതായത് 10നെ ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 10ന് നമ്മളിനി വേറെ ഏത് വാല്യൂ ഈ പ്രോഗ്രാമിൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലും സെയിം അഡ്രസ്സ് ആയിരിക്കും കിട്ടുന്നത്. ഉദാഹരണത്തിന് കെ ഈക്വൽ ടു 10 എന്ന് അടിച്ചു കൊടുത്തു. ഇനി ഐ ഡി ഓഫ് കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സെയിം അഡ്രസ്സ് തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന വേരിയബിളിൻ്റെ നെയിമിനെ ആശ്രയിച്ചല്ല ഒരിക്കലും നമുക്ക് ഇതുപോലെ ഒരു അഡ്രസ്സ് കിട്ടുന്നതെന്നാണ് ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നത്. ഇനി നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ഞാനിപ്പോൾ എക്ക് ഞാൻ വാല്യൂ മാറ്റി കൊടുക്കണം. എ ഈക്വൽ ടു 9. ഇപ്പോൾ എയുടെ വാല്യൂ മാറിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്കിപ്പോൾ എയുടെ അഡ്രസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഐ ഡി ഓഫ് എ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അഡ്രസ്സ് മറ്റൊരെണ്ണമാണ്. ഇപ്പോൾ ഐ ഡി ഓഫ് ബി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ ഇവിടെ കൊടുത്തത് എ ഈക്വൽ ടു 10. ഈ എയുടെ വാല്യൂ തന്നെയാണ് നമ്മൾ ബിയിലോട്ട് കൊടുത്തിരുന്നത്. എ ഈക്വൽ ടു 10 ആണ് എയുടെ അഡ്രസ്സ് നോക്കി. ബി ഈക്വൽ ടു എ. ഇപ്പോൾ എ ഇപ്പോൾ ഞാനിപ്പോൾ 9 ആക്കിയിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ബിക്ക് എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ബി നോക്കുക. ബി ഇപ്പോൾ കിട്ടുന്ന വാല്യൂ 10 ആണ്. അതായത് എയുടെ വാല്യൂ മാത്രമേ മാറിയിട്ടുള്ളൂ. ഈ കണ്ടീഷൻ ഇപ്പോൾ സാറ്റിസ്ഫൈ ഇല്ല. എക്ക് ഇവിടെ വാല്യൂ ഇവിടെ മാറിയെങ്കിലും ബിയുടെ വാല്യൂ ഇപ്പോൾ 10 ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ അഡ്രസ്സ് ഇപ്പോൾ 10ൻ്റെ ഐ ഡി തന്നെയായിരിക്കും. അപ്പോൾ ഐ ഡി ഓഫ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കണ്ട 10ൻ്റെ ഈ സെയിം അഡ്രസ്സിലോട്ടാണ് പോകുന്നത്. നോക്കുക, ഈ സെയിം അഡ്രസ്സിലോട്ടാണ് പോയിരിക്കുന്നത്. ഇന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി കെ ഈക്വൽ ടു എ എന്ന് കൊടുക്കുക. കെ ഈക്വൽ ടു എ എന്ന് കൊടുത്തിരിക്കുക. അപ്പോൾ കെയുടെ വാല്യൂ എന്തായി? ഇപ്പോൾ 9 ആയിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഐ ഡി ഓഫ് കെ എന്ന് കൊടുത്തു. ഐ ഡി ഓഫ് കെ നമുക്കിനി ഐ ഡി ഓഫ് കെ എന്ന് പറയുമ്പോൾ ഈ 9ൻ്റെ ഈ അഡ്രസ്സ് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ തൊട്ട് മുമ്പേ കെയ്ക്ക്
10 എന്നുള്ള വാല്യൂ കൊടുത്തപ്പോൾ 10ൻ്റെ അഡ്രസ്സ് കിട്ടി. ഇപ്പോൾ 9 എന്നുള്ള വാല്യൂ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് 9ൻ്റെ അഡ്രസ്സിലോട്ട് മാറിയിരിക്കുകയാണ്. അതായത് വേരിയബിളിൻ്റെ നെയിമും സെയിം ആണെങ്കിലും അതിനകത്ത് വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മനസ്സിലാവും അഡ്രസ്സ് എന്ന് പറയുന്നത് വേരിയബിളിൻ്റെ നെയിമിനെ ആശ്രയിച്ചല്ലിരിക്കുന്നത്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സ്ട്രിങ് അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന സംഖ്യ അല്ലെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന ഫ്ലോട്ടിംഗ് നമ്പറിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ബിയിൽ ഞാനിപ്പോൾ 10 ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ബി ഈക്വൽ ടു 8 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ബി ഈക്വൽ ടു 8 എന്ന് ഞാൻ കൊടുക്കും. ഇനി അഡ്രസ്സ് നോക്കാം. ബിയുടെ അഡ്രസ്സ് ഐ ഡി ഓഫ് ബി ഈക്വൽസ് നോക്കാം. ബിയുടെ അഡ്രസ്സ് മാറി. അപ്പോൾ 10 ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ 10 ഇല്ലാത്തത് കൊണ്ട് തന്നെ 10 ഒരു വേരിയബിളില്ല. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ 10 ഇപ്പോൾ ഈ പ്രോഗ്രാമിൽ നിന്ന് ഔട്ടായിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഡിലീറ്റ് ആകുന്ന അല്ലെങ്കിൽ പ്രോഗ്രാമിൽ നിന്ന് ഔട്ടാകുന്ന സംഖ്യകൾ, സ്ട്രിങ്ങുകൾ, ഫ്ലോട്ടുകൾ, അപ്പോൾ ഇതിനൊക്കെ പറയുന്ന പേരാണ് ഗാർബേജ് കളക്ഷൻ. അപ്പോൾ പൈത്തോണിൽ ഇപ്പോൾ 10 എന്ന് പറയുന്നത് ഒരു ഗാർബേജ് കളക്ഷനായിട്ട് മാറിയിരിക്കുകയാണ്. അതിപ്പോൾ ഉപയോഗിക്കുന്നില്ല. ഇനി വേരിയബിളിൻ്റെ മറ്റ് പ്രത്യേകതകൾ നമുക്ക് നോക്കാം. നമുക്കിപ്പോൾ അറിയാവുന്ന ഒരു സംഖ്യയാണ് പൈ ഈക്വൽ ടു 3.14 ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത് ഒരു സ്ഥിരമായിട്ടുള്ളൊരു കോൺസ്റ്റൻ്റാണ്. അപ്പോൾ നമുക്ക് പൈ എന്ന് ഇനി അടിച്ചു കൊടുത്ത് നമുക്ക് കിട്ടുന്നത് 3.14 എന്നാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈ ഈക്വൽ ടു 3.15 എന്ന് മേടിച്ചു കൊടുത്തു. 3.14 എന്നുള്ളതാണ് പൈയുടെ വാല്യൂ. 3.15 ഒരിക്കലും പൈക്ക് വാല്യൂ വരില്ല. അപ്പോൾ നമുക്ക് ഇനി പൈയുടെ വാല്യൂ നമുക്ക് നോക്കാം എത്രയാണ്. പൈയുടെ വാല്യൂ ഇപ്പോൾ 3.15 ആണ്. അതായത് പൈത്തോണിൽ നമുക്ക് ഒരു പൈയുടെ വാല്യൂ 3.14 ആണെന്ന് ഫിക്സഡ് ആക്കി നിർത്താനായിട്ട് സാധിക്കില്ല. അതാണ് ഈ പൈത്തോണിൻ്റെ പോരായ്മയായിട്ട് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ പൈ ഇനി ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇങ്ങനെ ദശാംശ സംഖ്യകൾ വരുന്നത്, അതായത് 3.15, 3.14 ഇങ്ങനെയൊക്കെ വരുന്ന സംഖ്യകൾ ഫ്ലോട്ടിംഗ് വാല്യൂ ആണ് നോക്കാം. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ടൈപ്പ് ഓഫ് പൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പാണെന്ന് കാണാനായിട്ട് സാധിക്കും. നമുക്ക് ക്ലാസ് ഫ്ലോട്ട്, അതായത് ഫ്ലോട്ടിംഗ് വാല്യൂ ആണ്. നമുക്ക് ടൈപ്പ് കെ എത്രയാണ് നോക്കാം. ടൈപ്പ് ഓഫ് കെ അത് നോക്കാം. ക്ലാസ് ഇൻറ്റ് കണ്ട ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് നമ്മളിവിടെ നെയിം കൊടുത്തിരുന്നു. അപ്പോൾ അത് ഏത് ടൈപ്പാണെന്ന് നോക്കാം. ഓക്കെ, ടൈപ്പ് ഓഫ് നെയിം ക്ലാസ് സ്ട്രിങ് STR എന്ന് പറഞ്ഞ സ്ട്രിങ്. STR എന്നുള്ള ക്ലാസ്സിലാണ് ഇത് വിടുന്നത്. അതായത് സ്ട്രിങ് വാല്യൂ ആണ് ഇപ്പോൾ നെയിമായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നെയിം ഇപ്പോൾ റോണി ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, നെയിം റോണി. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വേരിയബിളിനെ കുറിച്ച് കൂടുതലായിട്ട് പറയാനുള്ളത്. ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം.